ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വാട്ടർ ടാങ്ക് വെച്ചതിന് ശേഷം പുതിയ വാട്ടർ ടാങ്ക് ആണെങ്കിലും വെച്ചതിന് ശേഷം നമുക്ക് വേണ്ടി ലീക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നമ്മുടെ ടാങ്ക് കണക്റ്റിൻ്റെ അടുത്ത് ലീക്ക് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, ആ പായൽ പിടിച്ച പോലെ ജസ്റ്റ് പതുക്കെ ലീക്ക് വരുന്നുണ്ടോ. ശരിക്കും ഈ ടാങ്ക് കണക്ടർ എന്ന് പറഞ്ഞാൽ യൂണിയൻ വിത്ത് ടാങ്ക് കണക്ടറാണ് വരുന്നത്. ഈ ടാങ്ക് കണക്ടർ വളരെ ചുരുക്കം ഒരു 90% ലീക്ക് വരാത്ത ഒരു ടാങ്ക് കണക്ടറാണ്. അത് നമുക്ക് യൂണിയൻ അടിക്കാവുന്ന രീതിയിലുള്ള. അത് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇത് ജസ്റ്റ് ഒന്ന് നോക്കുക നിങ്ങൾ. കണ്ടോ, ഈ സ്ട്രെയിറ്റ്, അതായത് ഈ ടീ ജസ്റ്റ് പൊങ്ങിയിരിക്കുന്നു. അതായത് ടീ കുറച്ച് പൊങ്ങിയിരിക്കുന്നതാണ് ഈ പ്രശ്നം. അതായത് വരുന്ന ടാങ്ക് കണക്ടറിൽ നിന്ന് ജസ്റ്റ് ഒരു സ്ലോപ്പ് പോലെയാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ആ വരുന്ന സമയത്ത് ആ ലെവലിലല്ല ഓൾറെഡി ഈ പൈപ്പ് കൊടുത്തിരിക്കുന്നത്. ഈ പൈപ്പ് ടീ ഉൾപ്പെടെ പൊങ്ങിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഓൾറെഡി എന്ത് സംഭവിക്കും? ഓൾറെഡി വരുന്ന സമയത്ത്, വെള്ളം വരുന്ന സമയത്ത് ടാങ്ക് കുറച്ചുകൂടി വികസിക്കും, ചെറുതായിട്ടൊന്ന് താഴേക്ക് ഇരിക്കും. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് ഫുൾ ലോഡ് വരുന്നത് ടാങ്ക് കണക്ടറിലായിരിക്കും. അപ്പോൾ ടാങ്ക് കണക്ടറിൽ ജസ്റ്റ് ഒന്ന് പൊങ്ങി കൊടുക്കും. ആ പൊങ്ങി കൊടുക്കുന്നതിൻ്റെ അടിവശമാണ്, ആ പൊങ്ങി വരുന്നതിൻ്റെ അടിവശമാണ് ആ ലീക്ക് വരുന്നത്. അപ്പോൾ ടാങ്ക് കണക്ടർ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഇട്ടതിന് ശേഷം ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇപ്പോൾ ടാങ്ക് കണക്ടർ നമ്മൾ അത് കട്ട് ചെയ്തു. ആ പൈപ്പ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം കപ്ലിംഗ് ഇട്ടു. കപ്ലിങ്ങിൽ ജസ്റ്റ് കണ്ടോ, അത്രയും ഹൈറ്റ് പൊങ്ങിയിട്ടുണ്ട്. ഏകദേശം 1 സെൻറ്റിമീറ്ററിൻ്റെ അടുത്ത് പൊക്കം വന്നതുകൊണ്ടാണ്, പൊങ്ങി വന്നതുകൊണ്ട് ഓൾറെഡി ആ പൈപ്പിൻ്റെയും കൂടി ലെങ്ത്ത് വ്യത്യാസം വരുന്നുണ്ട്. അതായത് സ്ട്രെയിറ്റ് അല്ല വരുന്നത്. അതായത് ചെറിയൊരു സ്ലോപ്പ് ലെവലിലാണ് ടാങ്ക് കണക്ടർ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാൻ സാധിക്കും. ഒരു സ്ലോപ്പ് ലെവലിലാണ് ഔട്ട് വരുന്നത്. അപ്പോൾ ആ ലെവലിൽ വേണം നമുക്ക് ആ ടീയും വേണ്ട ഔട്ടും കാര്യങ്ങളും എടുക്കാനായിട്ട്. സ്ട്രെയിറ്റ് ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് വെള്ളം ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ ടാങ്ക് കണക്ടർ വെച്ച് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവം എന്ന് വെച്ചാൽ, വെള്ളം വരുന്ന സമയത്ത് ടാങ്ക് കണക്ടർ ചെറുതായിട്ടൊന്ന് ബൾജ്, നേരത്തെ പറഞ്ഞാലൊന്ന് അനങ്ങി കൊടുക്കും. അപ്പോൾ അതിലൊരു ലീക്ക് എടുക്കും. ഇത് നമുക്ക് മാക്സിമം ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറിയൊരു സ്ലോപ്പ്, അത് ടാങ്ക് കണക്ടർ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ടാങ്ക് കണക്ടർ ഒട്ടിച്ചതിന് ശേഷം, ആ യൂണിയൻ ഒട്ടിച്ചതിന് ശേഷം നോക്കിയേ, പൈപ്പ് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു സ്ലോപ്പ് ലെവലിലാണ് വരുന്നത്. അതേ ലെവലിൽ തന്നെ, എന്നാൽ അധികം ടാങ്ക് കണക്ടർമാർ ലോഡ് വരാത്ത രീതിയിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കറക്റ്റ് അളവെടുത്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ യൂണിയൻ കൊടുത്തിട്ടുണ്ട്. യൂണിയൻ നമുക്ക് ടാങ്ക് കാര്യങ്ങളൊക്കെ കഴുകുന്നതിന് വളരെ സിമ്പിളായിട്ട് നമുക്ക് അഴിച്ചെടുത്തതിന് ശേഷം, ടാങ്ക് ക്ലീൻ ചെയ്തതിന് ശേഷം സിമ്പിളായിട്ട് ആ യൂണിയൻ തിരിച്ചാണ് അതുപോലെ തന്നെ കയറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാങ്ക് അതുപോലെ വളരെ സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.